ഖത്തറിൽ തടവിലായിരുന്ന മലയാളിയടക്കം 8 മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെയും വിട്ടയച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന 8 മുൻ നാവിക ഉദ്യോഗസ്ഥരെയാണ് ഖത്തർ സ്വതന്ത്രരാക്കിയത്. മലയാളിയായ രാകേഷ് ഗോപകുമാർ അടക്കം 8 പേരെയും വിട്ടയച്ചു. ഇവരിൽ 7 പേരും നാട്ടിലേക്ക് മടങ്ങി. ഞങ്ങൾ ഇന്ത്യയിൽ തിരിച്ചെത്താൻ ഏകദേശം 18 മാസത്തോളം കാത്തിരുന്നു. ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അങ്ങേയറ്റം നന്ദിയുള്ളവരാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇടപെടലും ഖത്തറുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സാധ്യമാകില്ല. നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റിനോട് നന്ദി പറയുന്നു. ആ ശ്രമങ്ങളില്ലാതെ ഈ ദിവസം സാധ്യമാകുമായിരുന്നില്ല. ഖത്തറിൽ നിന്ന് മടങ്ങിയെത്തിയ മറ്റൊരു നാവികസേനാ ഉദ്യോഗസ്ഥൻ പറയുന്നു. ഖത്തർ അമീർ 8 പേരെയും വിട്ടയക്കാനുള്ള ഉത്തരവ് നൽകുകയായിരുന്നു. നേരത്തെ ഇവരുടെ വധശിക്ഷ റദ്ദാക്കി തടവ് ശിക്ഷ കോടതി നൽകിയിരുന്നു. ഖത്തർ അമീറിന്റെ തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. 7 പേർ ഇന്ത്യയിലേക്ക് തിരിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് പുലർച്ചെ വാർത്താക്കുറിപ്പിലൂടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. 2023 ഒക്ടോബറിലാണ് ഇവർക്ക് വധശിക്ഷ വിധിച്ചത്. ഒക്ടോബറിലാണ് ഖത്തറിലെ വിചാരണ കോടതി 8 പേർക്കും വധശിക്ഷ വിധിച്ചത്. ശിക്ഷിക്കപ്പെട്ട മുൻ നാവികരുടെ കുടുംബം നൽകിയ അപ്പീൽ പരിഗണിച്ച് ഡിസംബർ 28-ന് അപ്പീൽ കോടതി വധശിക്ഷ റദ്ദാക്കി. പകരം ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവിലുള്ള ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അൽ ദഹ്റ എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന 8 പേർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഖത്തർ അധികൃതരോ ഇന്ത്യൻ അധികൃതരോ വെളിപ്പെടുത്തിയിട്ടില്ല. മാർച്ച് 25-ന് ഇവർക്കെതിരെ കുറ്റപത്രം നൽകുകയും തുടർന്ന് ഒക്ടോബർ 26-ന് പ്രാഥമിക കോടതി വിചാരണ പൂർത്തിയാക്കി വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു. ജയിൽ മോചിതരായി തിങ്കളാഴ്ച പുലർച്ചെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയ 7 പേരും ഭാരത് മാതാ കീ ജയ് മുഴക്കിയാണ് സന്തോഷം അറിയിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ 8 പേരുടെയും വധശിക്ഷ ഖത്തർ കോടതി റദ്ദാക്കിയിരുന്നു. വധശിക്ഷ തടവ് ശിക്ഷയായി കുറച്ചതോടെ ഇവർ മോചനം കാത്തിരിക്കുകയായിരുന്നു.